Hello, welcome back to my channel. Last video ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ടായിന്. അതിന് താങ്ക് യു. കുറേ ആൾക്കാർ ചോദിച്ചു ഫൗണ്ടേഷൻ കളറും കൺസീലർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഇന്ന് നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ പോവാണ്. കുറേ ആൾക്കാർ എനിക്ക് ഫോട്ടോ അയച്ചു തന്ന എൻ്റെ ഫൗണ്ടേഷൻ കളർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ച്. പക്ഷേ എനിക്ക് ഫോട്ടോ കണ്ടിട്ട് കറക്റ്റ് കളറ് പറഞ്ഞാലും ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കില്ല. ഏറ്റവും ബെസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുമ്പം കടയിൽ പോയി സെലക്ട് ചെയ്യുന്നതായിരിക്കും സേഫ്. അതുമാത്രമല്ല നമ്മൾ ഓൺലൈൻ ഫൗണ്ടേഷൻ വാങ്ങുമ്പം അത് ചിലപ്പം ഫേക്ക് ആയിരിക്കും. ബ്രാൻഡഡ് ആണെങ്കിലും ചിലപ്പോൾ അത് ഒറിജിനൽ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ കടയിൽ പോയി വാങ്ങുന്നതാണ് സേഫ്. ബിക്കോസ് ഇപ്പോൾ ഓൺലൈൻ വാങ്ങുന്നത് കുറേ ഫേക്ക് ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. സ്കിന്നിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫേക്ക് പ്രോഡക്റ്റ്സ് ഒരിക്കലും ഉപയോഗിക്കണം. ബിക്കോസ് അത് സ്കിൻ ഡാമേജ് ആവും. ഇനി നമ്മൾ ഫൗണ്ടേഷൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അമ്മേൻ്റെ കൂടെയാണ്. നമ്മളിപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ വെച്ച് സെക്യൂരിറ്റി നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, പെർമിഷൻ ഇല്ലാതെ വീഡിയോ ചെയ്തതിന്. അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഫൗണ്ടേഷൻ കളർ സെലക്ട് ചെയ്യുന്നതെന്ന്. ആദ്യമേ നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ സ്കിൻ ടൈപ്പ് അറിയണം. ഡ്രൈ സ്കിന്നാണോ, ഓയിലി സ്കിന്നാണോ, നോർമൽ സ്കിന്നാണോ. അത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാക്കിൽ തന്നെ ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്പിന് വേണ്ടി ഡിഫറെൻറ്റ് ഫൗണ്ടേഷൻസ് ഉണ്ട്. നമ്മൾ കടയിൽ പോയിട്ട് അവർക്ക് ചോദിക്കണം. എന്നിട്ട് അവർ പറഞ്ഞു തരും ഏതാണ് അവരുടെ ബ്രാൻഡിലുള്ളത് ആ സ്കിൻ ടൈപ്പിന് വേണ്ടി. 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഫൗണ്ടേഷൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ സ്റ്റിക്ക്, ക്രീം, ലിക്വിഡ്, അതല്ലെങ്കിൽ പൗഡർ. ഈ 4 എണ്ണത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ലിക്വിഡ്. ബിക്കോസ് ഈ ലിക്വിഡ് ഫൗണ്ടേഷൻ എല്ലാ സ്കിൻ ടൈപ്സിന് ഉപയോഗിക്കാം. വെദർ ഇറ്റ് ഓയിലി അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്താണെങ്കിലും ലിക്വിഡ് ഉപയോഗിക്കാം. ഫൗണ്ടേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും കയ്യിൽ ടെസ്റ്റ് ചെയ്യണം. ബിക്കോസ് കൈയും ഫേസും കളർ ഡിഫറൻസ് കാണും. എപ്പോഴും നമ്മൾ ഫേസിൻ്റെ സൈഡിലും കഴുത്തിലോട്ടാണ് ഫൗണ്ടേഷൻ കളർ ടെസ്റ്റ് ചെയ്യേണ്ടത്. കൂടുതൽ ആൾക്കാർ ലൈറ്റ് കളർ ഫൗണ്ടേഷനാണ് ഇതുപോലെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കളർ ഉപയോഗിക്കുമ്പം കഴുത്തിൻ്റെ കൂടെ അത് മാച്ച് ആകത്തില്ല. അതുകൊണ്ട് ഈ നെക്ക് കളർ മാച്ച് ചെയ്ത് ഫൗണ്ടേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ കളറാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യുന്നത്. കടയിൽ വെച്ച് നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ആ കളറ് മനസ്സിലാകത്തില്ല അത് മാച്ചാണോ ഇല്ലയെന്ന്. അതുകൊണ്ട് എപ്പോഴും നാച്ചുറൽ ഡേ ലൈറ്റിൽ പോയി നോക്കണം അത് കളറ് മാച്ചാണോ എന്ന് ചെക്ക് ചെയ്യണം. ഫൈനലി നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്ലാഷ് ഫോട്ടോ എടുക്കണം. അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ആ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിൻ കളർ മാച്ചാണോ ഇല്ലയെന്ന്. ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്ന മുമ്പേ നമ്മൾ എപ്പോഴും സ്കിൻ പ്രെപ്പ് ചെയ്യണം. അതിൻ്റെ മീനിങ് നമ്മൾ ക്രീം പരട്ടണം, അതല്ലെങ്കിൽ പ്രൈമർ ഉപയോഗിക്കണം. അല്ലാതെ ഡയറക്റ്റ് ഫൗണ്ടേഷൻ സ്കിന്നിൽ ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം അത് സ്കിൻ ഡാമേജ് ആകും. ഡിഫറെൻറ്റ് ഫൗണ്ടേഷൻ ഡിഫറെൻറ്റ് ഫിനിഷ് കാണും. ചില ഫൗണ്ടേഷൻ നമുക്കൊരു ഗ്ലോ തരും, ചില ഫൗണ്ടേഷൻ ഭയങ്കര മാറ്റ് ഫിനിഷ് തരും. അപ്പം സെലക്ട് ചെയ്യുമ്പം അതുകൂടെ ആലോചിക്കണം. ഡിഫറെൻറ്റ് ഫങ്ഷന് ഡിഫറെൻറ്റ് മേക്കപ്പ് ലുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഫിനിഷസ് ഉണ്ട് ഫൗണ്ടേഷന്.
അപ്പോൾ ഒരു പാർട്ടീന് പോകണമെങ്കിൽ ഒരു ഗ്ലോ വേണമെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്കൊരു നാച്ചുറൽ ലുക്ക് വേണമെങ്കിൽ ഒരു മാറ്റ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യണം. നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ബ്രഷസ് ഉണ്ട്. ഇതാണ് സം എക്സാമ്പിൾസ്. ഇത് ഫസ്റ്റ് വൺ, ഇത് സ്റ്റിപ്ലിംഗ് ബ്രഷാണ്. ഇത് നമ്മൾ സിമ്പിൾ ലൈറ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഫൗണ്ടേഷൻ ബ്രഷാണ്, ഒറിജിനൽ ഫൗണ്ടേഷൻ ബ്രഷ്. ഇത് നമുക്കൊരു മീഡിയം കവറേജ് തരും ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ. പിന്നെ ഇങ്ങനത്തെ രണ്ട് ബ്രഷസ്, ഇത് കുറച്ചുകൂടെ ഹെവി കവറേജ്, കുറച്ചുകൂടെ കവറേജ് കിട്ടും. ഇത് നമുക്ക് വല്ല ഫങ്ഷന്, ബ്രൈഡൽ മേക്കപ്പ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി ഈ ടൈപ്പ് ഉപയോഗിക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.